السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 20 ലക്ഷത്തോളം വരുന്ന അള്ളാഹുവിൻ്റെ ലയൂഫുർ റഹ്മാൻ പടച്ചനാഥൻ്റെ വിശിഷ്ട അതിഥികൾ മിനായിൽ നിന്നും അവരുടെ റൂമുകളിലേക്ക് ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും പോകുന്ന ഒരനർഘ നിമിഷമാണ്. ഈ വർഷത്തെ ഹജ്ജ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ത്യാഗസമ്പൂർണമായ ഒരു ഹജ്ജാണ്. കാരണം 48-49 ഡിഗ്രി ചൂട്, അതിശക്തമായ ചൂട്. സൗദിയുടെ ഭരണകൂടം അവരെ കുളിർമയിലും അവർക്ക് സാന്ത്വനമേകാനുമുള്ള എല്ലാ സംവിധാനങ്ങളുമൊക്കെ നൽകിയെങ്കിലും ഒരുപാട് ഹാജിമാർ അറഫ കഴിഞ്ഞതിന് ശേഷം ഹജ്ജിൻ്റെ ഏറ്റവും വിശിഷ്ടമായ കർമ്മമെന്ന് പറയുന്നത് അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്നാൽ അറഫയിലുള്ള ആ നൃത്തമാണ്, പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് മടങ്ങുമ്പോൾ, മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് മടങ്ങുമ്പോൾ ശക്തമായ ചൂട് കൊണ്ട് ബോധരഹിതരായി താഴെ വീണുപോയിട്ടുണ്ട്. പലരും അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങിയിട്ടുണ്ട്. ഇണകളോടൊപ്പം പങ്കെടുത്ത പല ഹജ്ജാജിമാരും കൂടെയുള്ള ഭർത്താവ് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് നീങ്ങിയിട്ട് ആഖിറത്തിൽ വെച്ച് കാണാമെന്ന സന്തോഷത്തോടെ പടച്ചനാഥൻ ഇന്നല്ലാഹ മഅന, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ദൃഢമായ ബോധ്യത്തോടെ മടങ്ങി വരുന്ന ഒരുപാട് ഹജ്ജാജിമാരെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വേദനകളും പ്രയാസങ്ങളുമൊക്കെയുണ്ട് എങ്കിലും അതിലുപരി ഒരു ഹജ്ജ് കഴിഞ്ഞുവല്ലോ, ഹജ്ജിൻ്റെ ഏറ്റവും വിശിഷ്ടമായ കർമ്മങ്ങൾ കഴിഞ്ഞുവല്ലോ എന്ന ആഹ്ലാദത്തോടുകൂടി മിനയിൽ നിന്ന് അവരുടെ ഹോട്ടലുകളിലേക്ക്, അവരുടെ റൂമുകളിലേക്ക് അവർ നീങ്ങുമ്പോൾ ശാരീരികമായി ഒരുപാട് ക്ഷീണവും തളർച്ചയുമുണ്ടെങ്കിലും മാനസികമായി ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ, ആത്മനിർവൃതിയോടെ, ഒരു നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോടുകൂടി ജീവിതത്തിൽ ഒരുപാട് നാൾ കൊണ്ടു നടന്ന മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞുകൊണ്ട് അവർ മിനായിൽ നിന്ന് മടങ്ങി. പ്രത്യേകിച്ച് സഹോദരന്മാരെ, ഇനിയുള്ള വർഷവും ശക്തമായ ചൂടും മറ്റുമൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള, നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള പ്രായത്തിൽ തന്നെ നാം പോയി ഹജ്ജ് ചെയ്യണം. ഒരുപാട് പ്രായം മുൻപോട്ട് പോകും തോറും ഈ ശക്തമായ ചൂടും പടച്ചവൻ്റെ പരീക്ഷണവും നമുക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുളിർമയും ചൂടിനെ കുറച്ചു തരുന്നൊരവസ്ഥയും പ്രതികൂലമായ ഒരു കാലാവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളിലും, എല്ലാ ഇബാദത്തുകളിലും, എല്ലാ ആരാധനകളിലും അല്ലാഹു ധന്യമാക്കി തരട്ടെ. കഴിഞ്ഞുപോയ റമളാനിലും ശക്തമായ ചൂട് തന്നെയായിരുന്നു. പക്ഷേ ആ ചൂടിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്കൊക്കെയും നോമ്പെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഹജ്ജും മിനയുമൊക്കെ 48-47 ഡിഗ്രി ചൂടുള്ള ഈ സമയത്തും പല ഹജ്ജാജിമാരും തളർന്നു വീണുപോയവരുണ്ട്. കൂടെ വന്ന പങ്കാളി ബോധരഹിതരായി മണിക്കൂറുകളോളം കിടക്കുന്ന അവസ്ഥ വന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും ഹജ്ജിന് പോയ ഹജ്ജാജിമാർ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് അവരോടൊപ്പം സന്തോഷം പങ്കിട്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി